ദൈവനാമം മഹത്വപ്പെടട്ടെ. നമ്മളോട് ഇന്ന് കർത്താവ് സംസാരിച്ച വചനത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ഇന്ന് നമ്മൾ സാത്ബ്രദറിന്റെ ഒരു സന്ദേശത്തിലാണെന്ന് തോന്നുന്നത്. ഞാൻ ഇങ്ങനെ ആയിട്ട് ഒരു കൺവെൻഷൻ കഴിഞ്ഞപ്പോഴ് പിന്നെ ഒരു ആ ബ്രദറിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞ് എത്ര കൺവെൻഷനൊക്കെ നടത്തിയിട്ട് എത്ര പേര് ആരെങ്കിലും രക്ഷിക്കപ്പെട്ടാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് 2 ഫുള്ളും ഒരു ഹാഫും രക്ഷ പ്രാപിച്ചെന്ന് പറഞ്ഞു. അപ്പൊ 2 ഫുള്ളും ഒരു അരയും. അപ്പൊ ഈ സാധാരണ നമ്മുടെ നാട്ടിൻപുറത്ത് മദ്യപിക്കുന്നവരാണ് ഈ 2 ഫുള്ളും ഒരു അരയും എന്നൊക്കെ പറയുന്നത്. അപ്പൊ 2 ഫുള്ളും ഒരു അരയും എന്ന് പറഞ്ഞാൽ 2 കുട്ടികളും ഒരു മുതിർന്ന ആളുമാണ്. സാധാരണ നമ്മൾ ലോകപരമായിട്ട് നോക്കുമ്പോൾ മുതിർന്ന ആൾക്കാണ് എന്ത് ഈ ഫുള്ളെന്ന് പറയുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ വചനം കേട്ട് നമ്മള് പിന്നെ ബ്രദർ പറഞ്ഞ് നമ്മളെ ജീവിതകാലത്തിൽ നമ്മൾ 50 അല്ലെ 40 കുറെ കാലങ്ങൾ നമ്മൾ നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് ജീവിച്ചു കഴിഞ്ഞാണ് നമ്മൾ രക്ഷ പ്രാപിക്കുന്നത്. അപ്പൊ ഇവിടെ ഇരിക്കുന്ന കുട്ടികളെ കുറിച്ച് ബ്രദർ അത് പറഞ്ഞപ്പോൾ നിങ്ങൾ വലിയ ഭാഗ്യവാന്മാരാണ്. കാര്യം നിങ്ങൾക്ക് കുഞ്ഞിലേ തൊട്ട് ദൈവത്തെ അറിയുവാനും നിങ്ങളുടെ ആ കുഞ്ഞു പ്രായം തൊട്ട് ദൈവഹിതം അനുസരിച്ച് ജീവിക്കാനുള്ള ഭാഗ്യം ലഭിച്ചവരാണ്. ഞങ്ങൾ കുറെ കാലത്ത് മുക്കാലും ജീവിതവും സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കുകയും അങ്ങനെ ആ ജീവിതം ദൈവ ഇഷ്ടത്തിന് കൊടുക്കാൻ സ്വന്തം ഇഷ്ടത്തിനൊക്കെ ജീവിച്ചു കഴിഞ്ഞ് എൻ്റെ അരയും മുക്കാലൊക്കെ കഴിഞ്ഞാണ് ദൈവത്തെ അറിയുന്നതും രക്ഷ പ്രാപിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ അറിഞ്ഞ് ഇപ്പൊ ബ്രദർ പറഞ്ഞ് നമ്മുടെ കല്യാണ ജീവിതം തന്നെ ആ ഒരു തലത്തിലൊക്കെയാണ് നടക്കുകയൊക്കെ ചെയ്തത്. അങ്ങനെ പറയുമ്പോഴത്തേന് നമ്മൾക്ക് എന്താണ് ഒരു ധൈര്യമുള്ളത്? ഞങ്ങൾക്ക് എന്താണ് ഒരു ധൈര്യമുള്ളത്? ഇപ്പോഴത്തെ കുട്ടികൾക്കാണെങ്കിൽ വിവാഹമൊക്കെ നമ്മുടെ ദൈവഹിതപ്രകാരം ദൈവത്തെ അനുസരിച്ചുള്ള ആ ജീവിത രീതിയിലും കർത്താവിന്റെ മുൻപിൽ സമർപ്പിച്ച ഒരു ജീവിതമായിട്ടൊക്കെ പോകാം. എന്നാൽ ഞങ്ങൾ അങ്ങനെയൊക്കെ ഒന്നും അല്ല ജീവിച്ചതെങ്കിലും ഞങ്ങൾക്ക് എന്താണുള്ള ഒരു ധൈര്യം? അത് അറിയായ്മയുടെ കാലം ദൈവം ഓർക്കുന്നില്ല. നമ്മുടെ അറിയായ്മയുടെ കാലം ദൈവം ഓർക്കുന്നില്ല. ഇതാണ് ഞങ്ങൾക്ക് ദൈവത്തോടുള്ള അധൈര്യം. അപ്പൊ അറിയായ്മയുടെ കാലം ഓർക്കാത്ത നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ചാണ് ഇന്ന് പറഞ്ഞത്. അപ്പൊ ഇന്ന് നമ്മൾ ആ ദൈവത്തിന്റെ ബന്ധത്തിൽ ഇന്ന് കേട്ടത് എന്തുവാണ്? നമ്മള് ഒരു ദൈവമല്ലേ ഉള്ളു. അപ്പൊ നമ്മളെ ദൈവം ഒന്നിപ്പിച്ചപ്പോൾ ഒരപ്പന്റെ മക്കളായി. അപ്പൊ ഈ ഒരപ്പന്റെ മക്കളായവർ പിന്നെ ആരാണ്? സഹോദരങ്ങളാണ്. അപ്പൊ ഈ അറിയായ്മയുടെ കാലം ഓർക്കാത്ത ദൈവത്തെയാണ് നമ്മൾ മഹത്വപ്പെടുന്നെങ്കിൽ നമ്മൾ ആ ദൈവത്തെ പോലെ തന്നെ ആകുന്നെങ്കിൽ സന്ധ്യ ബ്രദർ എന്താ പറഞ്ഞ അവിടുന്ന് പരിപൂർണനായിരിക്കുന്നത് പോലെ നമ്മളും പരിപൂർണരായിരിക്കുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു സഹോദരന്റെ അറിയായ്മയുടെ ഒരു കുഴപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ദൈവം നമ്മളോട് ക്ഷമിച്ചെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ക്ഷമിക്കേണ്ടതല്ലേ? അങ്ങനെയാണെങ്കിൽ ആ ദൈവത്തെ നമ്മൾ ചിലപ്പോ ഒന്നും ഉണ്ടാകത്തില്ല. നമ്മൾ ഹൃദയത്തിൽ ചിലപ്പോൾ ചിന്തിക്കുന്നതായിരിക്കും, എന്താ സഹോദരൻ എന്നോട് നന്നായിട്ടൊന്നും പെരുമാറിയില്ലല്ലോ സഭയിൽ ചെന്നിട്ട്, അല്ലെങ്കിൽ എന്നോട് നല്ലപോലെ ഒന്നും സ്നേഹിച്ചില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ദൈവം എങ്ങനെയായിരുന്നു നമ്മളോട് പെരുമാറിയത്? ആ അറിയായ്മയുടെ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു? അങ്ങനെയാണെങ്കിൽ ആ ദൈവം നമ്മളോട് ചെയ്തതുപോലെ തന്നെയല്ലേ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആ സഹോദരനോട് ക്ഷമിക്കേണ്ടത്. നമ്മളോട് എന്താ പറഞ്ഞത്? നമ്മൾ അങ്ങനെ ആകണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളെ സഹോദരങ്ങളിൽ നമ്മൾ ആരെ കാണണം? യേശുവിനെ കാണണം. അപ്പൊ നീ ഏതെങ്കിലും ചെറിയ സഹോദരനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആർക്ക് തന്നെയാണ് ചെയ്തത്? യേശുവിനെ തന്നെയാണ് ചെയ്തത്. അപ്പൊ നമ്മളൊരു സഹോദരനെ കുറ്റം പറഞ്ഞാൽ ആരെയാണ് കുറ്റം പറയുന്നത്? യേശുവിനെ തന്നെയാണ് കുറ്റം പറയുന്നത്. യേശു എന്നെ സഭയിൽ നിന്ന് എന്നിട്ട് നോക്കിയില്ല, അല്ലെങ്കിൽ എന്നെ വേണ്ട വിധം പരിഗണിച്ചില്ല, അല്ലെ എന്നെ വഴക്ക് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മൾ യേശുവിനെ കുറ്റം പറയുക. നമ്മളൊരു സഹോദരനെ അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോഴും നമ്മൾ കുറ്റം പറയുമ്പോഴും വിധിക്കുമ്പോഴും ഒക്കെ ആരെയാണ് നമ്മൾ ചെയ്യുന്നത്? യേശുവിനെ തന്നെ ചെയ്യുന്നത് പോലെയാണ്. അങ്ങനെയാണ് ദൈവം നമ്മൾ ഒരുമിച്ച് ഒന്നാക്കി നിർത്തി. ഇതാണ് നമ്മൾ ഇന്ന് കേൾപ്പിച്ചത്. അപ്പം നമ്മൾ ഇതൊക്കെ ആകുമ്പോൾ യേശു ആർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്? ഇപ്പോഴും മധ്യസ്ഥം വഹിക്കുന്നെന്ന് പറഞ്ഞു. യേശു ആർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്? യേശു പറഞ്ഞത് എന്തെന്നാ? ഞാൻ ലോകത്തിന് വേണ്ടിയല്ല, പിന്നെ ആർക്ക് വേണ്ടിയാ? അവിടുന്ന് എനിക്ക് തന്നിട്ടുള്ളവർക്ക് വേണ്ടിയാണ്. അതെന്താണ് പ്രാർത്ഥിച്ചത്? നമുക്ക് ആ പ്രാർത്ഥനയും കൂടെ ഒന്ന് നോക്കിക്കൊണ്ട് ഞാൻ
യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ ഞാൻ 17-9 ഞാൻ ലോകത്തിന് വേണ്ടിയല്ല, നീ എനിക്ക് തന്നിട്ടുള്ളവർ എനിക്കുള്ളവർ ആവുകൊണ്ട് അവർക്ക് വേണ്ടി അത്ര ഞാൻ അപേക്ഷിക്കുന്നത്. എന്നിട്ട് എൻ്റെ 11-ൽ പറയുന്നത് എന്താ? പരിശുദ്ധ പിതാവേ, അവർ നമ്മെ പോലെ ഒന്നാകേണ്ടതിന്. എന്താ അപ്പൊ എന്താ പ്രാർത്ഥിച്ചത്? യഥാർത്ഥത്തിൽ നമ്മള് ഒന്നാകേണ്ടതിന്, അവർ നമ്മെപ്പോലെ പിതാവും യേശുവിൽ ഒന്നായിരിക്കുന്ന പോലെ നമ്മളും ഒന്നാകേണ്ടതിനാ പ്രാർത്ഥിച്ചത്. എൻ്റെ 23-ൽ എന്താ പറഞ്ഞത്? നീ എന്നെ അയച്ചിരിക്കുന്നു എന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നു എന്ന് ലോകം അറിയുവാൻ. അപ്പൊ നമ്മള് ദൈവത്തിന്റെ മക്കളാണെന്നും ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്നും ലോകം എങ്ങനെ അറിയുന്നത്? നമ്മളെ എന്താ അറിയുവാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിനും ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിന് തന്നെ. അപ്പൊ നമ്മൾ എങ്ങനെ ആയിരിക്കണമെന്നാണ് യേശു ആഗ്രഹിക്കുന്നത്? ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കണം. അപ്പൊ യേശു നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും ഇതന്നെ. ഇതാണ് നമ്മൾ ഇന്ന് കേട്ടത്. അപ്പൊ യേശു തന്നെയാണ് നമ്മളെ ഇത് കേൾപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ്? ഐക്യത്തിൽ തികഞ്ഞവരാകണം. അപ്പൊ നമ്മള് യേശു ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്ന് അറിയണമെങ്കിലും നമ്മൾ എന്തായിരിക്കണം? നമ്മളും ഒന്നായിരിക്കണം. ഇതാണ് എനിക്കിന്ന് ഇതിലൂടെ ലഭിച്ച ആ വചനം. അതേപോലെ നമ്മൾ ഭാര്യ-ഭർത്തൃ ബന്ധത്തിലും ഇന്ന് അത് അത് ഒരു വാക്യം കൂടെ ഞാൻ കൊളോസ്യർ എഫേസ്യരിലാണല്ലേ, എഫേസ്യരിലെ ഭാര്യമാരെയും ഭർത്താക്കന്മാരെയും കുറിച്ചൊക്കെ ഇങ്ങനെ അവർ കർത്താവിൽ ഒന്നായിരിക്കണം എന്നൊക്കെ ആ വചനത്തിലൂടെ പറഞ്ഞിട്ട് അതിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നത് എന്താണെന്ന്, എന്നാൽ നിങ്ങളും അങ്ങനെ തന്നെ ഓരോരുത്തൻ താൻ അതിന് മുമ്പായിട്ട് 30-ൽ അതിനകത്ത് ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ഈ മർമ്മം വലിയത്. ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. അപ്പൊ എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? ഈ മർമ്മം ഒരുവൻ ആരെ വിട്ട്? അപ്പനെയും അമ്മയും വിട്ട് എന്ത് ചെയ്യും? ഭാര്യയോട് പറ്റിച്ചേരും. ഭാര്യ എന്ത് ചെയ്യും? ഭർത്താവിനോടും പറ്റിച്ചേരും. അപ്പൊ ഈ മർമ്മം ആരെക്കുറിച്ച് പറഞ്ഞു? ഞാൻ ക്രിസ്തുവിനെയും സഭയും ഉദ്ദേശിച്ചു. അപ്പൊ അവരെ എന്ത് ചെയ്യും? അപ്പനെയും അമ്മ എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും കാലം ജീവിച്ച ജീവിതകാലത്തിൽ ആർക്കൊക്കെ നമ്മൾ അടിമയായിരുന്നോ, അല്ലെങ്കിൽ ആർക്ക് എന്തിനൊക്കെ നമ്മൾ വിധേയപ്പെട്ടിരുന്നോ, അല്ലെ എന്തൊക്കെ നമ്മളെ സ്നേഹിച്ചോ, എന്തിനെയൊക്കെ നമ്മൾ സ്നേഹിച്ചോ, ഇതെല്ലാം വിട്ടിട്ട് എന്ത് ചെയ്യണം? നമ്മൾ യേശുവിനെ സ്നേഹിക്കണമെന്നാണ് ഇതിലൂടെ. ഇതെല്ലാം വിട്ടിട്ട് അവര് ഭാര്യയോട് ചേരുന്നത് പോലെ തന്നെ ഇതാണ് പറഞ്ഞത്. ഇതെല്ലാം വിട്ടിട്ട് ഞാൻ സഭയെയും ക്രിസ്തുവിനെയും ഉദ്ദേശിച്ചെന്ന് പറയുമ്പോൾ നമ്മൾ ഇതെല്ലാം വിട്ടിട്ട് നമ്മൾ യേശുവിനോട് ഒന്നായി ചേരണം. നമ്മൾ സഭ അങ്ങനെയാണ് ഇവിടെ പറയുന്നത്. ഞാൻ നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെ അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ഇരുവരും ആ യേശുവിന്റെ ഒരു ശരീരമായി തീരും. ഞാനിത് ക്രിസ്തുവിനെയും സഭയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. അപ്പൊ യേശുവും നമ്മളും ഒരു ശരീരമായി തീരുന്നതാണ്. അതാണ് നമ്മളെല്ലാം വിട്ട്. കാര്യം നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ എന്തിനൊക്കെ മോഹത്തിനൊക്കെ നമ്മൾ അടിമയായിരുന്നു, അതെല്ലാം വിട്ടിട്ട് നമ്മൾ ഇന്ന് യേശുവിനോട് പറ്റിച്ചേരുന്ന ഒരു ശരീരമായി നമ്മൾ തീരുന്നതാണ്. ആമേൻ. നമ്മളെ കേൾപ്പിക്കുന്ന ദൈവത്തിന്റെ വചനത്തിനായിട്ട് സ്തോത്രം. നമ്മളിന്ന് കേട്ടത് പഴയ നിയമ വിശ്വാസികളായ ദൈവത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട യഹൂദജനം. ആ യഹൂദജനത്തിന്റെ അവസാനത്തെ പുസ്തകമാണ് മലാക്കി. അതില് ദൈവം വളരെ വ്യസനത്തോടുകൂടി പറയുകയാണ്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നില്ല, പക്ഷെ നിങ്ങൾ വഴിപാട് കൊണ്ടുവരുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഹൃദയം വേറെ പല കാര്യത്തിലായിപ്പോയിരിക്കുന്നു. അങ്ങനെ ദൈവത്തിന്റെ ഒരു വ്യസനമാണ് അവിടെ പറയുന്നത്. അതിനുശേഷം വർഷങ്ങളോട് അവർക്ക് ദൈവത്തിന്റെ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ നമ്മളെ ഈ അന്ത്യകാലത്ത് നമ്മൾ കർത്താവിനെ കാത്തിരിക്കുന്നവരാണ്. അപ്പൊ അന്ത്യകാലത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ വാക്യം വായിച്ചതാണ്, സഹോദരന്മാർ വായിച്ചതാണ്. അതില് 2 കൊരിന്ത്യർ 11 അതില്, എന്നാൽ സർപ്പം ഉപായത്തിൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനുള്ള ഏകാഗ്രതയും നിർമ്മലയും വിട്ട് വഷളായി പോകുമോ എന്ന് ഭയപ്പെടുന്നു. അപ്പം നമ്മുടെ
നമ്മളെ സംബന്ധിച്ചിടത്തോളം പൗലോസ് പറയുകയാണ്, നിങ്ങൾ വിളി ഭയപ്പെടുന്നേ ഉള്ളൂ, വഷളായി പോയെന്ന് എഴുതിയിട്ടില്ല. അപ്പൊ നമ്മളെ കുറിച്ചുള്ള ആ ഏകാഗ്രതയും ഭക്തിയും നമ്മൾ എത്രത്തോളമാണ്, ആ ഒരു ഏകാഗ്രതയിലും ഭക്തിയിലും നമ്മൾ ആയിരിക്കണം. ആ യഹൂദജനത്തിന് പറ്റിയ ദൈവത്തോടുള്ള സ്നേഹം, സഹോദരന്മാരോടുള്ള സ്നേഹം, സ്വന്തം കുടുംബത്തിലെ തൻ്റെ ഭാര്യയോട്, ദൈവം നമുക്ക് തന്നിട്ടുള്ള ആ ഭാര്യയോട് അല്ലെങ്കിൽ കൂട്ടു സഹോദരിയോടുള്ള സ്നേഹം, ആ സ്നേഹത്തിൽ നിന്നെല്ലാം മാറിപ്പോയിരിക്കുന്നു. അങ്ങനെ ദൈവത്തോടുള്ള ആ അടുപ്പം നമ്മൾ അന്ധമായി വിശ്വസിക്കുന്നു, ഞാൻ രക്ഷിക്കപ്പെട്ടു എല്ലാം കരുതുന്നു. പക്ഷെ ഈ കാര്യങ്ങൾ നമ്മളിൽ നിന്ന് മാറ്റം സംഭവിച്ചാൽ നമ്മൾ അർത്ഥരായി തീരുമെന്നുള്ളതാണ് അവിടെ കേട്ടത്. അതുകൊണ്ട് എന്നാൽ പലപ്പോഴും നമുക്കത് സാധ്യമാകുന്നില്ല എന്നുള്ളതാണ്. നമുക്കത് പലപ്പോഴും സാധ്യമാകുന്നില്ല. കർത്താവിൻ്റെ ആ വ്യവസ്ഥിതിക്കൊട്ട് നമ്മൾ നിലവാരം പുലർത്തുവാൻ എനിക്ക് പലപ്പോഴും സാധ്യമാകുന്നില്ല. പക്ഷെ എന്നെ കാണിച്ച നമുക്ക് അതേക്കുറിച്ച് വിഷമിക്കാനൊന്നുമില്ല. കാരണം കർത്താവ് പോയപ്പോൾ പറഞ്ഞിരുന്നു, കർത്താവ് കൂടെ ഉണ്ടായിരുന്നപ്പോൾ ശിഷ്യന്മാർക്കെല്ലാം വളരെ സന്തോഷമായിരുന്നു. എന്നാൽ കർത്താവ് വേർപെട്ട് പോയപ്പോഴേ അവർക്ക് വളരെ പ്രയാസമായിരുന്നു, ഇനി എങ്ങനെയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. പക്ഷേ പെന്തക്കോസ്ത് നാളിലെ ഉയരത്തിലുള്ള ശക്തി ധരിച്ചപ്പോൾ അവർക്ക് ശക്തി ലഭിച്ചു. ഇതിനെല്ലാം, അതായത് സാത്താന്റെ തന്ത്രങ്ങളെയും ലോകത്തെയും നമ്മുടെ ജഡത്തെയും, അപ്പം ഈ കാര്യങ്ങളെ പാപത്തിന് കർത്താവ് പരിഹാരം വരുത്തി കാൽവരി ക്രൂശിലെങ്കിലും ആ ഒരു ഫോഴ്സ് നമ്മളിൽ നിലനിൽക്കുന്നു. കർത്താവ് ഡീൽ ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് സിന്നും ജഡവുമാണ്, നമ്മുടെ ശരീരമാണ്. അപ്പൊ അതിന് കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഒരു സഹായകനെ നമുക്ക് തന്നിട്ടുണ്ട്, പരിശുദ്ധാത്മാവ് എന്ന സഹായകൻ. ആ പരിശുദ്ധാത്മാവിൽ നിറയുന്നതിനെ കുറിച്ചും ആ ശക്തിയിൽ നമുക്കതിനെ ജീവിക്കുന്നതിനെ കുറിച്ചും കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് സ്നേഹിക്കാൻ പറ്റാത്ത അവസരങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്ന ആ സ്നേഹത്തിൽ നിന്നാണ് നമ്മൾ സ്നേഹിക്കുക. എനിക്കൊരു സ്വയസ്നേഹമുണ്ട്. ആ സ്നേഹം എത്രത്തോളം എനിക്ക് വേറൊരാളെ സംതൃപ്തനാക്കാൻ പറ്റുമെന്ന് എൻ്റെ സ്വയ ജീവിതത്തിൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവും. എന്നാൽ കർത്താവിന്റെ സ്നേഹം നമ്മളിൽ പകർക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് ആ സ്നേഹം നമ്മളിൽ വർദ്ധിച്ചു വരുമ്പോൾ നമുക്ക് സഹോദരനോട് ക്ഷമിക്കാൻ പറ്റും, ശത്രുവിനെ സ്നേഹിക്കാൻ പറ്റും. അതാണ് കർത്താവിന്റെ ഒരു വലിയ കാര്യം. അതുകൊണ്ട് നമ്മളെ അനാഥരായി വിട്ടിട്ടില്ല. നമ്മളിൽ എല്ലാവരും വീണ്ടും ജനിച്ചപ്പോൾ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളത്തിൽ തന്നിരിക്കുന്നു. ആ സഹായകനെ നമ്മൾ ഒഴിവാക്കി ജീവിക്കേണ്ട, ആ സഹായകനെ നമ്മൾ അനുസരിക്കുക. നമ്മളിൽ ഒരു ചെറിയ മെഷർ ഉണ്ട്. ആ ഒരു അനുസരണം നമുക്കുണ്ടെങ്കിൽ കർത്താവ് നമ്മളെ സകല സത്യത്തിൽ നടത്തും. പിന്നെ കേട്ട വചനത്തിന് മുമ്പിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. നമ്മള് ഇവിടെ കടന്നു വന്നിരിക്കുന്നവരെല്ലാം ക്രിസ്ത്യാനികളാണ്. അപ്പോ ആ ക്രിസ്ത്യാനികള് ആരെയാണ് ഫോളോ ചെയ്യുന്നത്, അനുഗമിക്കുന്നത്? ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്നു. നമ്മള് ക്രിസ്തുവിനെ അനുഗമിക്കുന്നു എന്ന് നമ്മൾ എല്ലാവരും പറയുന്നു. ലോകം മുഴുവൻ അറിയത്തക്കവണ്ണം ഞാൻ ക്രിസ്ത്യാനിയാണ് എന്ന് പറയുമ്പോൾ ഞാൻ ക്രിസ്തുവിനെ അനുഗമിച്ച് മുന്നോട്ട് പോകുന്നവനാണ് എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ഇവിടെ 2 കൊരിന്ത്യർ 5:17 പറയുന്നു, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. നമ്മൾ അവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളവിടെ ഒത്തിരി പ്രാവശ്യം വായിച്ചു പോയിട്ടുണ്ട്. പക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരുവൻ ക്രിസ്തുവിലായാൽ, നമ്മളെല്ലാവരും ക്രിസ്ത്യാനികളാണെന്ന് അവകാശപ്പെടുന്നു. പക്ഷേ ഇവിടെ നമ്മളോട് പറയുന്നത്, ഈ അവകാശപ്പെടുന്ന നിങ്ങളെ ഒരുവൻ ക്രിസ്തുവിലായാൽ, യേശുക്രിസ്തുവിലാണോ, അവൻ പുതിയ സൃഷ്ടിയാകും. പുതിയ സൃഷ്ടിപ്പ് നമുക്ക് നടന്നിട്ടുണ്ടോ? അതോ ക്രിസ്ത്യാനിയാണെന്നുള്ളൊരു പേരിൽ നമ്മൾ നടക്കുകയാണോ? ക്രിസ്ത്യാനി എന്നുള്ള പേരിൽ നടക്കാനല്ല നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മളൊരു ക്രിസ്ത്യാനിയാകണം. ആ ക്രിസ്ത്യാനി എങ്ങനെയായിരിക്കും? ക്രിസ്തുവിനെ അനുകരിക്കുന്നവനായിരിക്കും. ക്രിസ്തു എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും ചെയ്തത്? ലോകത്തിൽ ജീവിച്ചു. നമ്മളെപ്പോലെ ഈ ലോകത്തില് ഒരു അപ്പനും അമ്മയ്ക്കും ഉണ്ടായി ജീവിച്ചു കാണിച്ചു. ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് ജീവിച്ചു കാണിച്ചു. ആ ജീവിച്ചു കാണിച്ച കർത്താവ് എങ്ങനെയായിരുന്നു?
അവൻ ശരിക്കും ഒരു ഉദാഹരണമായിരുന്നു. ഞാൻ ഇന്ന പോലെ ദേ ഞാൻ ജീവിക്കുന്നു, ഞാൻ ജീവിക്കുന്നത് പോലെ നിങ്ങൾ ജീവിക്കണം എന്നാണ് അവൻ കാണിച്ചു തന്നത്. അവൻ കാണിച്ചു തരികയായിരുന്നു. അവന്റെ പുറകെ നടന്ന് ഓരോ സ്റ്റെപ്പും വെക്കാനാണ് നമ്മളോട് പറഞ്ഞത്. ആ ഇവിടെ ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി, പഴയത് കഴിഞ്ഞു പോയി. ഇന്നലെ വരെ നമ്മൾ എങ്ങനെയാ ജീവിച്ചത് എന്നുള്ളത് അത് നോക്കണ്ട. പക്ഷെ നിങ്ങൾ ഇപ്പോ ക്രിസ്തുവിലാണ്. അപ്പോ ഇപ്പൊ നിങ്ങൾ ക്രിസ്തുവിലായതുകൊണ്ട് ക്രിസ്തു എങ്ങനെ ഈ ലോകത്തിൽ ജീവിച്ചോ അതേപോലെ നിങ്ങൾ ജീവിക്കണം. യേശു ക്രിസ്തു ഈ ലോകത്തിൽ എങ്ങനെ ജീവിച്ചോ അതുപോലെ നിങ്ങൾ ജീവിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ആ പഴയത് കഴിഞ്ഞുപോയി. ഇന്നലെ വരത്ത് നമ്മൾ ക്രിസ്തുവിലാകുന്നത് വരെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ അത് കഴിഞ്ഞുപോയി. അത് വേണ്ട. അതിനല്ല നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. ഒരു പുതിയ സൃഷ്ടിയാകാനാണ്. എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ കാൽപ്പാട് അനുസരിച്ച് അനുഗമിക്കുന്ന ഒരു ശിഷ്യനായിരിക്കണം. യേശുക്രിസ്തു എങ്ങനെ നടന്നോ അതുപോലെ നടക്കുന്ന ഒരുവനായിരിക്കണം നമ്മള്. നമ്മുടെ ജീവിതത്തില് അങ്ങനെയാണോ നമ്മൾ നടക്കുന്നത്? അല്ലെങ്കിൽ നമ്മൾ വലിയ പരിവർത്തനത്തിലേക്ക് വരണം. നമുക്ക് കർത്താവിനെ ഫോളോ ചെയ്യണം. അതിനുശേഷമേ നമ്മൾ ക്രിസ്ത്യാനിയാണെന്ന് പറയാവുള്ളൂ. നമ്മളൊരു ക്രിസ്ത്യാനി തന്നെ ആയിരിക്കണം. അതിന് യാതൊരു സംശയമില്ല. അതാണ് നമ്മുടെ ലക്ഷ്യം. പക്ഷേ അത് ആ യേശുവിന്റെ ചുവട് പറ്റി നമ്മൾ മുന്നോട്ട് പോകണം. ഇത് ഞാൻ പഴയത് കഴിഞ്ഞു പോയി, ഞാൻ അത് പുതുതായി തീർക്കുന്നു എന്നാണ് അവൻ പറയുന്നത്. പുതുതാക്കുന്ന കർത്താവിന്റെ ജീവൻ, യേശുക്രിസ്തു പുതുതാക്കുന്ന ഈ കർത്താവിന്റെ ജീവൻ പ്രാപിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. നമുക്ക് എല്ലാവർക്കും ക്രിസ്ത്യാനിയാണെന്ന് പറയുന്നതിൽ നമുക്ക് വലിയ സന്തോഷമുണ്ട്, ആശ്വാസമുണ്ട്. പക്ഷേ ഞാനൊരു ക്രിസ്ത്യാനിയാണോ? അത് ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കുന്നത് നല്ലതാണ്. ഞാനൊരു ക്രിസ്ത്യാനിയാണോ? ഹോംവർക്കായിട്ട് ചെയ്താൽ മതി. ഇവിടെ ഇരുന്ന് സമയം നമുക്ക് കളയാനില്ലായിരിക്കും. വീട്ടിൽ ചെന്നിട്ട് ആ സഹോദരൻ ഇങ്ങനെ പറഞ്ഞ് ഞാനൊരു ക്രിസ്ത്യാനിയാണോ എന്ന് പരിശോധിച്ച് നോക്കാൻ. ഞാനൊരു ക്രിസ്ത്യാനിയാണോ? ക്രിസ്തുവിനെ പിൻപറ്റുന്നവനാണോ? ക്രിസ്തുവിന്റെ കാൽച്ചുവടിൽ നടക്കുന്നവനാണോ? അത് നമുക്ക് പരിശോധിച്ച് നോക്കാം. എന്നിട്ട് അല്ല എന്നാണ് ഉത്തരം കിട്ടുന്നതെങ്കിൽ നമുക്ക് കർത്താവിന്റെ കാൽച്ചുവടുകളെ പിൻപറ്റാനായിട്ട് നമുക്ക് ശ്രമിക്കാം. കർത്താവിന്റെ കാൽച്ചുവടുകളെ പിൻപറ്റാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അല്ലാതെ നമ്മുടെ സ്വന്തം ഇഷ്ടത്തിൽ നമ്മൾ മുന്നോട്ട് പോകണ്ട. കർത്താവേ, നീ വെച്ച കാല് അതിനെ ഞാൻ പിൻപറ്റും, അതിനെ ഞാൻ ഫോളോ ചെയ്യും എന്ന് നമുക്ക് ഉറയ്ക്കാം. അങ്ങനെ നമ്മൾ ഉറച്ചാൽ അത് കാണുന്നത് നമ്മൾ കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ ശരിക്കും കർത്താവിന്റെ ശിഷ്യന്മാരായി തീരും. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ ശിഷ്യനാണ്. കർത്താവ് എങ്ങനെ പോയോ, എങ്ങനെ പ്രവർത്തിച്ചോ അതുപോലെ പോകുന്നു, അതുപോലെ പ്രവർത്തിക്കുന്നു. അതുപോലെ പ്രവർത്തിക്കുന്നവനാണ് ഞാൻ എന്നാണ് നമ്മൾ വിളിച്ചു പറയുന്നത്. നമുക്ക് അങ്ങനെ ആയിരിക്കണം. എൻ്റെ യേശു എങ്ങനെയായിരുന്നു ഈ ലോകത്തിൽ ജീവിച്ചത്?
അതുപോലെ ഞാൻ ജീവിക്കും. അതുപോലെ ഞാൻ ജീവിക്കും. പിന്മാറുന്നില്ല. നമുക്ക് പിന്മാറണ്ട. നമുക്ക് ജയിച്ച് മുന്നേറുന്നവരായി തീരണം. നമ്മുടെ ഇതുവരെയുള്ള ജീവിതത്തില് തോൽവിയായിരുന്നു. നമുക്ക് ആ തോൽവിയായിരുന്നു എന്നുള്ളത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അയ്യോ ഞാൻ തോറ്റുപോയേന്നും പറഞ്ഞ് അവിടെ ഇരിക്കാനല്ല, അവിടെ നിന്ന് ഇല്ല, ഞാൻ കർത്താവിനെ പിൻപറ്റും, കർത്താവിനെ പോലെ ജീവിക്കും. ഈ ലോകത്തില് അതിനാണ് എന്നെ വെച്ചിരിക്കുന്നത്. കർത്താവിന് പകരമാണ് നമ്മളെ ഓരോരുത്തരെയും ഈ ഈ ഈ അവസരത്തിൽ വെച്ചിരിക്കുന്നുള്ളത് നമ്മൾ ഓർക്കുക. കർത്താവിന് പകരം നമ്മൾ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം വ്യത്യാസം ഉണ്ടാകണം, നിശ്ചയമായിട്ടും വ്യത്യാസം ഉണ്ടാകണമെന്ന് നമുക്കറിയാം. നമുക്ക് ആ വ്യത്യാസം ഉണ്ടാക്കാം. കർത്താവിനോട് ചേർന്ന് ജീവിക്കാനായിട്ട് നമ്മളെ വിട്ടുകൊടുക്കാം. നമ്മൾ ചിന്തിക്കുക, കർത്താവ് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യം പറയുമ്പോൾ കർത്താവായിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യുമായിരുന്നോ, കർത്താവായിരുന്നെങ്കിൽ ഇങ്ങനെ പറയുമായിരുന്നോ, കർത്താവായിരുന്നെങ്കിൽ ഈ സാഹചര്യത്തിൽ കർത്താവ് എന്ത് ചെയ്യുമായിരുന്നു എന്ന് ഉള്ളത് നമ്മൾ കണ്ടുപിടിച്ചിട്ട് അത് ചെയ്യാനാണ് നമ്മളെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഈ ലോകത്തിന് ഒരു പുതിയ സൃഷ്ടിയായി നമ്മൾ ജീവിക്കണം. അതിനായിട്ട് നമ്മളെ ഓരോരുത്തരെയും കർത്താവ് സഹായിക്കട്ടെ.